ഹായ്, ദിസ് ഈസ് ബെൽസൺ ഹിയർ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. NSE BSE ഒക്കെ ഏത് ലെവലിൽ എത്തിയെന്ന് നിങ്ങളൊന്ന് നോക്കി. സെൻസെക്സ് നോക്കി 76,700 ഏകദേശം അല്ലേ. അതുപോലെ നിഫ്റ്റി 23,300 ഏകദേശം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് നിൽക്കുന്ന അവസരത്തിൽ ഒരുപാട് പേര് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ എക്സ്പെക്റ്റേഷൻ വേണ്ട കേട്ടോ. അതായത് വളരെ പേഷ്യൻസോടുകൂടി മാർക്കറ്റിനെ കണ്ടാൽ, വളരെ കൂളായിട്ട് മാർക്കറ്റിനെ കണ്ടാൽ മാർക്കറ്റ് വിൽ സപ്പോർട്ട് യു. അതല്ല ഇൻവെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് അതിൽ ഡബിൾ ആകണം അല്ലെങ്കിൽ ത്രിബിൾ ആകണം എന്നൊന്നും കരുതി ആരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. വേറൊന്നും കൊണ്ടല്ല, ഓവർ എക്സ്പെക്റ്റേഷൻ കൂടുമ്പോൾ എന്ത് പറ്റും? താഴേക്ക് പോകുമ്പോൾ മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും അല്ലേ. മാർക്കറ്റിൽ കുറച്ച് പ്രൈസ് താഴേക്ക് പോകുമ്പോഴേക്കും പാനിക്കായിട്ട് വിറ്റ് കളയും, ലോസ് ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ മെൻറ്റേഴ്സ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ടാർഗറ്റ് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ് പതിവ്. അതായത് ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് എത്ര തന്നെ അപ്സ് ആൻഡ് ഡൗൺസും, അതായത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയുള്ള സ്റ്റോക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്നേ. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. അപ്പായി അതിന് ഉദ്ദേശിക്കുന്ന റിട്ടേൺ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, അതായത് ടാർഗറ്റ് പ്രൈസ് റീച്ച് ആയതിനു ശേഷം മാത്രം സെല് ചെയ്താൽ മതി. അതിനിടയ്ക്ക് വരുന്ന അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. മാർക്കറ്റാണ്, അപ്സും ഡൗൺസ് എല്ലാം ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ മെൻറ്റേഴ്സ് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ക്യാഷ് ഇട്ടാൽ ഉടൻ തന്നെ തുടങ്ങും എത്ര % റിട്ടേൺ കിട്ടി എന്നുള്ളത്. അത് വേണം. അത് എത്ര ഫാസ്റ്റായിട്ട് റിട്ടേൺ കിട്ടാവുന്ന തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ആ റെക്കമെൻഡേഷൻസിൽ അച്ചീവ് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കണ്ടേ. അപ്പം ആ പേഷ്യൻസ് നമുക്ക് എന്തായാലും ഉണ്ടാവണം. ഇനി അതിനകത്തൊരു കറക്റ്റ് പൊസിഷൻ സൈസിങ് വേണം, റിസ്ക് മാനേജ്മെൻറ്റ് വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സക്സസ് ആവാം. പേഷ്യൻസ് ആണ് പ്രൈമറി നിൽക്കുന്നത്. അത് നമ്മുടെ മൈൻഡ് സെറ്റ്, വേറൊന്നുമല്ല. നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് പറ്റിയാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടം എന്നൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ. ഏകദേശം 20 വർഷം എക്സ്പീരിയൻസ് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. എനിക്ക് അറിയാൻ കഴിഞ്ഞത് പേഷ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഇനി നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ എപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യണം, എത്രത്തോളം സ്റ്റോപ്പ് ലോസ് എടുക്കണം, ടാർഗറ്റ് എത്ര വേണം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി അതല്ല, ഇതൊന്നും അറിയാത്ത ആളാണെങ്കിൽ പോലും ഈസി ആയിട്ട് മാർക്കറ്റിൽ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ പേഷ്യൻസ് മസ്റ്റാണ്. പിന്നെ ഒന്ന് വേണ്ടത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്. അതും ഉണ്ടെങ്കിൽ അത് നല്ല കമ്പനികൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്ഷമയോടെ കാത്തിരുന്നാൽ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പേഷ്യൻസ് എത്ര കാലം വെയിറ്റ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ. ഞാൻ എത്ര കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും? 1 മാസം മതിയോ? 2 മാസം മതിയോ? അല്ല, ചിലപ്പോൾ 3-4 വർഷങ്ങളൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചില സ്റ്റോക്കുകൾ കണ്ടിട്ടില്ലേ, വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കമ്പനി ആയിരിക്കും, പക്ഷേ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറത്തില്ല. കുറേ നാളെടുക്കും അത് കയറി വരാനായിട്ട്. അപ്പം അത്രേ നാൾ ആ എമൗണ്ട് ബ്ലോക്ക് ആവുകയാണ്. അപ്പോൾ ആ അത്യാവശ്യമുള്ള എമൗണ്ട് ആണെങ്കിൽ ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ പിന്നെ കാര്യമുണ്ടോ? ലോസിൽ വിൽക്കേണ്ടതായിട്ട് വരും അല്ലേ. എന്നാൽ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് അതിൽ പ്രോഫിറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായോ? ഒരു വാണിംഗ് കൂടിയാണ്. കാരണം ഈ ഒരു കാര്യം മൈൻഡിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ പറ്റും. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.